ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കാർ ഫോർ സെയിലാണ്. പുതിയ വീട്ടിൽ നിന്നൊക്കെയാണ് എണീച്ച് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നൊരു ഐഡിയ, നമ്മളിന്ന് എന്ത് ചെയ്യും? നമ്മളെ പുതിയ വീടാണ് കേട്ടോ, പുതിയ വീട്. ഇനി ഇവിടുന്ന് കാറ് നോക്കിയിട്ട് ഓഫീസിലോട്ട് പോയാൽ മതിയല്ല. അപ്പം ഇനി മുതൽ ഇതിനൊക്കെ എത്ര രൂപയാണോ? ഓടിയോ വാങ്ങിക്കാം. ഇത് വേണ്ട. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇനി മുതൽ ഓരോ കാറിൻ്റെ ഷോറൂമാണ് ലൈക്ക് ഞാൻ ഒരു നിലയാക്കിയായിരുന്നു കേട്ടോ നമ്മുടെ ഷോറൂം. ഞാൻ കാണിച്ചു തരാം, ഓഫീസിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഷോറൂമിൽ ഇപ്പോൾ ഒരൊറ്റ നിലയുള്ളൂ, അത് മതി. ബാർഗെയിൻ ഒരു 18 വരെ ചോദിക്കാം. ഫസ്റ്റ് തന്നെ 18 ചോദിച്ചോക്കാം. അയ്യോ ആള് ചൂടായി. അയ്യോ 1.5 ലക്ഷം പോടാടുന്നു. എന്താ ഓക്കെ. ഇനി പ്രശ്നം വല്ലതും ഉണ്ടോ? 5% ഡാമേജാ. നമുക്ക് ഇത് വെച്ച് കറങ്ങി നോക്കാം, എന്നിട്ട് വണ്ടി വിട്ടാപ്പല് നോക്കട്ടെ. നല്ല വില ഉണ്ട്. ഇന്ന് ഞാൻ തുടങ്ങാൻ പോകുന്ന BMW ഷോറൂം. നമ്മുടെ ഷോറൂമിൽ ഒരു 5 BMW അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 5 BMW മറ്റേ മോഡിഫൈ ചെയ്തിട്ട് വെക്കാൻ പോവേ. ഏതല്ലേ ഒരു ഓടിയിട്ട് എന്നിട്ട് വേറെ ഓടി എടുക്കുന്നു. കാറ് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല. അവിടെ വില കൊടുത്തിട്ടാണ് കേട്ടോ അതിന്. ആയിക്കോട്ടെ, ഗ്രേറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് നമ്മളെ കയ്യിലൊരു 5 BMW കാറുണ്ട്, അത് മോഡിഫൈ ചെയ്യണം. പ്ലസ് കുറച്ചുകൂടി BMW എടുക്കണം. എന്നിട്ട് നമ്മൾ ഷോറൂം എവിടെ ഇത്തിരി ഇവിടെ അപകടം അവിടെ മറിയുന്നു. പോളോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. നല്ല വണ്ടികൾ ഇല്ലല്ലോ. എല്ലാ BMW മോഡിഫൈ ചെയ്തിട്ട് ഞാൻ വെക്കുന്നുള്ളൂ. ഇനി ഫുൾ ക്ലീൻ ഡീലിങ്ങാ. ഇനി മറ്റേ അപ്പോ വണ്ടിയുടെ ഡീലിംഗ് ഒന്നുമില്ല. അയ്യോ അത് നേരെ കൊണ്ടുപോയി പണിക്കറ്റപ്പോ. ഏതാലേ ശരിയായ ഡ്രിഫ്റ്റിങ്. ഒരു നില നല്ലത്, മറ്റേ ലിഫ്റ്റിലൊക്കെ കയറ്റി മോളിൽ പോയി. എൻ്റെ പഴയ വീട്. കാർ മാർക്കറ്റ്. ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ആൾക്കാരൊക്കെ എത്തി. എത്ര നേരത്തെ നമ്മളമ്മ കാറൊക്കെ എടുക്കുന്ന നോക്കിയാൽ മോഡിഫൈ ചെയ്ത വണ്ടിയാണ് കണ്ട. ഓഫീസിൽ നിന്ന് ഒരു നിലയാക്കി, ഓൺലി 1 നില. മോനെ വണ്ടി പണി, നീ പണി. സിമ്പിൾ പണിയാണല്ലോ. അപ്പം ഞാൻ വണ്ടി BMW വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് മോഡിഫൈ ചെയ്യട്ടെ. 3 മണി ആകുമ്പത്തിന് നമ്മൾ പണി തീർക്കണം. 3 മണിക്ക് ഓപ്ഷനും ഉള്ളതാ. ഇതാണ് നമ്മളെ കയ്യിലുള്ള 5 മോഡൽ BMW. നമ്മൾ ഇന്ന് എത്ര എണ്ണം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്ര എണ്ണം നമ്മളിന്ന് കളക്ട് ചെയ്യും. ഇതാക്കാല്ലേ മെയിൻ വണ്ടി. ഈ വണ്ടി നല്ലൊരു അടിപൊളി പെയിന്റ് അടിച്ചിട്ട് ഇടണം, കറക്കിടണം. എന്നിട്ട് ഈ വണ്ടി കൊടുക്കാനുള്ളതല്ല കേട്ടോ, കറക്കിടുന്ന വണ്ടി കൊടുക്കാനുള്ളതല്ല, വെക്കില്ല. അതിൻ്റെ ചുറ്റോറും ഞാൻ മറ്റേ ലോക്കൽ വണ്ടിയിലിടും, അത് കണ്ട് കൊടുക്കും. ഇതിലിങ്ങനെ കയറ്റിയ ടൈം എടുത്തില്ലടാ, അതാ പ്രശ്നം. നമ്മൾ ഏതൊക്കെ പച്ചടിച്ചാ പോളിഷേട്ടെ. ഇത് മതി. എൻ്റെ പച്ച വണ്ടിയിലല്ല, പച്ചല സെറ്റ്. ഇനി വണ്ടി ഒന്ന് കിറ്റൊക്കെ ഒന്ന് കയറ്റട്ടെ. സിമ്പിൾ. ഞാനൊക്കെ സ്കിപ്പ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് വണ്ടി മോഡിഫൈ ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് ഒരു വണ്ടിക്ക് അടിച്ച കളർ വേറെ വണ്ടി കടിക്കൂല കേട്ടാ. ലൈറ്റ് സീൻ കേട്ടോ. പ്രൊജക്ടർ വെച്ചേക്ക്. വീല് അതെ, റിമോറ്റ്. വേണ്ട ഇങ്ങനത്തെ വീല് പറ്റില്ല. വേണ്ട. ഏത് വീല് വേണോ? ഇത് കൊള്ളാം, ഇത് മതി. അയ്യേ വേണ്ട, ബ്ലാക്ക് തന്നെ മതിയല്ലേ. ഇത് കൊള്ളാം. സൈസ് കൊട്ടാൻ പറ്റുമോ? നമ്മൾ ചെയ്യാറുള്ളതാ, മറന്നുപോയി.
പച്ചവര, ഓറഞ്ച് വര, നീലവര. അതൊന്നും വേണ്ട. ഇത് സ്പോർട്സ് വണ്ടി എടുക്കട്ടെ. കാലിപ്പർ റെഡ് തന്നെ വലുതിരിക്കട്ടെ. ഡിസ്ക് ഒന്നും വേണ്ട. ഓക്കെ, വെറുതെ ഇട്ടിട്ടുണ്ട് ഞാൻ. വിൻഡോ ബ്ലാക്ക് അടിച്ച്. മിറർ തന്നെയാണ് ഇതിന്റെ മിറർ. ആ സെക്കൻഡ് വൺ അവിടെ. സീറ്റ് മാറ്റാൻ പറ്റും ഇതിന്. അത് നൈസ്. അത് ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുവരെ മറ്റൊരു വണ്ടിക്ക് സീറ്റ് മറ്റുള്ള ഓപ്ഷൻ കാണിച്ചിട്ടില്ല. ബക്കറ്റ് സീറ്റ് വേണ്ടാത്ത എന്ന് ഭയങ്കര ചെറുത്. ഇതിരിക്കട്ടെ. പ്രീമിയം വണ്ടിയിലിരിക്കട്ടെ, സാധനം ഇരിക്കട്ടെ. പിന്നെ എന്തൊരു കാർ സെറ്റിങ്സ്. വണ്ടി ലോവർ. വേണ്ട. അതൊക്കെ ഇഷ്ടമല്ല വണ്ടി ഇങ്ങനെയൊക്കെ. വണ്ടി ഇങ്ങനെ ലോവറായിട്ടിരിക്കണം. അതാണ് സ്കിറ്റ്. ടെർബോല്ലേ ഇത് വെക്കാള വണ്ടില്ല. ഇത് ഓൺലി ഫോർ ഇത് ഡ്രിഫ്റ്റ് സ്പെക്ടാണ്. ഓക്കെ സെറ്റ്. ഇവിടെ 3 മണിയാ. ഇനി ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഓപ്ഷന് പോകും. അവിടെ പോയിട്ട് 2 ഷോ കളിക്കാണ്ട്. കറക്റ്റ് ടൈം കേട്ടാ. ടെർബോന് കണ്ടോട്ടാ. മോനടാ ടിക്കറ്റ് തന്നെ 8 ലക്ഷം ഉണ്ട്. BMW കണ്ടപ്പോൾ എടുക്കണം. പിന്നെ വല്ല റയർ കാർ അതുണ്ടെങ്കിൽ എടുക്കുള്ളൂ. അല്ലാണ്ട് ലോക്കൽ കാർസ് ഞാൻ നിർത്തി, ഡീലിംഗ് ഞാൻ നിർത്തി. 10 സെക്കൻഡ് ചേട്ടാ. നിങ്ങളെല്ലാവരും ലൈക്കൊക്കെ അടിച്ചോ? ലൈക്ക് അടിക്കണം കേട്ടോ. കമൻറ്റും ചെയ്യണം. അടുത്ത ഏത് കാർ വേണമെന്ന് കമൻറ്റ് ചെയ്യും. അടുത്ത ഏത് ഡീലർഷിപ്പ്, ഏത് കാറിൻ്റെ ഡീലർഷിപ്പ് വേണമെന്ന് പറയാം. സ്കിപ്പ്. എടാ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. പോ വണ്ടി. അടുത്ത വണ്ടിയാ. എന്തായാലും തീരാത്തേ. കിറ്റ്. എടാ BMW. എടാ ഇന്ന് വണ്ടി ഇല്ലാന്ന് തോന്നുന്നു ചേട്ടാ. ഡാമേജിൽ വണ്ടിയൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. ഈ വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. 21% ഡാമേജ് ഉണ്ട്. എടാ BMW ഇല്ല. മോഡേൺ BMW വണ്ടി. എടാ ഒരു BMW GTR എങ്കിലും എന്താടേ. എൻ്റെ $300 പോയി. ഓപ്ഷൻ്റെ കാശ് പോയി. എടാ ഇതിന് നല്ല വില ഉണ്ടല്ലോ. ഈ വണ്ടി എടുത്താലേ. ഈ വണ്ടി നമുക്ക് മറിച്ച് വെക്കാം. ഇതെന്തൊരു ട്രൗമ. ഇതും കുഴപ്പമില്ല അല്ലേ. എന്തായാലും വന്നാലേ. ഇത് അപ്പോ വണ്ടിയൊന്നുമല്ല, നല്ല വണ്ടിയാളാ. 40,000 ഉണ്ട്. സെറ്റാണ്, എടുത്തേക്കാം. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് വെക്കാടാ നേരെ കൊണ്ടുപോയിട്ട്. വണ്ടിക്ക് പണിയൊന്നുമില്ലല്ലോ. പണിയുണ്ട്. ഈ വണ്ടിക്ക് പണിയില്ല. ഈ വണ്ടി നേരെ പോട്ടെ. കിടക്കുന്നുണ്ടാ. ഈ വണ്ടി നമുക്ക് നേരെ കറക്കാടാം. എന്നിട്ട് ബാക്കി BMW പണിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയിടാം. ബാക്കിൻ്റെ വണ്ടിക്ക് ഞാൻ ട്യൂണിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പെയിന്റ് മാത്രം മാറ്റി ഒരു നൈസ് പെയിന്റ് അടിക്കും, അത്ര ചെയ്യുന്നുള്ളൂ. അവൻ എന്തിനും നടക്കുന്നുണ്ട്. അവിടെ ഞാൻ GTR മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷെ നല്ല ഇതായി പോയി. കിടക്കട്ടെ. അവിടെ ഏതാ വണ്ടി? എൻ്റെ ഓടി അവിടെ കിടക്കുന്നുണ്ടല്ലേ. ഇത് ഇങ്ങനത്തെ കുറച്ച് വില കൂടിയ കുഴപ്പമില്ലാത്ത കാറിൽ വെച്ചില്ലെങ്കിൽ കൈത്തെ കാശ് ഇരിക്കൂല, പിന്നെ തീർന്നു പോകും.
ഓടിയുടേത് ഓടി അത്യാവശ്യം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. അടുത്ത പ്രാവശ്യം ഓടിയുടെ ഡീലർഷിപ്പ് തുടങ്ങിയല്ലേ? എന്ത് പറയുന്നു നിങ്ങൾ പറ കമൻറ്റ്. അവിടെ ഈ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലേ? അയ്യോ മറ്റേ വണ്ടിക്കാണെന്ന പ്രശ്നം. ചമ്മിപ്പോയി. ഓ പച്ച തിളങ്ങി നിൽക്കുന്നു കേട്ടാ. എൻ്റെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ ഈ കാറ് വെക്കാട്ടേക്കാം. അയ്യോ അങ്ങനെയല്ല. വെബ് അയ്യോ BMW ട്രൗമ. ഇതിനൊരു എത്ര കിട്ടും? 75,000. ഓക്കെ BMW ഈ 1-ാം നമ്പർ. കുറച്ച് ഡാമേജ് ഉണ്ട് അതിന്, കുറച്ച്. പക്ഷെ റിപ്പയർ ചെയ്തേക്കാം, കുഴപ്പമില്ല. റിപ്പയർ ആയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇനി വണ്ടി ഫുൾ ക്ലീൻ ആക്കിയിട്ടേ പോകുള്ളൂ. തുരുമ്പ് ഞാൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. തുരുമ്പ് പോളിഷ് ചെയ്യണം. അയ്യോ മടിയാ. ഇനിയപ്പോൾ ഇന്നൊന്നുമില്ല. ഓഫീസ് ഈസ് റിയലി ഡേർട്ടിയാ. അവിടെ ഒന്ന് ആരും പണിയെടുക്കുന്നില്ലേ? ഡേയ് അതെ. ഓഫീസുകൾ. സ്കിൽ പോയിന്റ് ഉണ്ട്. എന്ത് അപ്ഗ്രേഡ് ചെയ്യാം? റിപ്പയർ സ്പീഡ് അത് മതി. അടുത്തത് വാഷിംഗ് കൂട്ടാം. ഓക്കെ അടുത്ത BMW. ഇതിങ്ങനെ നമ്മൾ കഴിക്കാൽ പോയിന്റ് കിട്ടത്തുള്ളൂ. അവൻ കഴിക്കാൻ പോയിന്റ് കിട്ടുന്നില്ല. ഓക്കെ ഓടിയുടെ എവിടെ? ഇവിടെ ഉണ്ട് ഓടി. 4 ഓടി. ഒരു ഓടി നമ്മൾ ഓൾറെഡി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. രാത്രിയല്ലോ വേണ്ട. 4 ഓടി നമ്മളെ കയ്യില്. എന്തോ വ്യത്യാസം ഉണ്ടല്ലോ ഇതിന്. ഇല്ലേ? ഇല്ല വ്യത്യാസമില്ല. വണ്ടിയുടെ പണി കഴിഞ്ഞാണോ? എനിക്ക് ആദ്യം നമുക്ക് വിക്കാട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് BMW മോഡിഫൈ ചെയ്യാം. കാർ മാർക്കറ്റ് ഉണ്ടായാൽ മതി നാളെ. കാർ മാർക്കറ്റിൽ പോയാൽ കിട്ടുമായിരിക്കും BMW എന്താണ് നൈബർഹുഡിലൊന്നും കിട്ടാത്തത്? നടക്കൊന്നുമില്ലേ? അയ്യോ ഓട്ടോട്ടോട്ടോ അടിച്ച്. ഓക്കെ കാർ ക്ലീൻ ആയി. വെബ് ട്രൗമട്ട് ഫിയാത്ത്. ഓക്കെ ഇതിന് ഇതിന് ഒടുക്കത്ത വിലയാണല്ലോ. റയർ കാർ. അത് ശരി, അത് നല്ല വിലയുള്ള വണ്ടിയാട്ടാ. നമ്മളെ BM-നെ കട്ടി വില ഉണ്ടാ വണ്ടിക്ക്. നൈബർ ഉറങ്ങട്ടെ. പട്ടി കിടന്ന് എന്താ വരാത്തെ? ഓടിക്കോ. മാർക്കറ്റ് ഉണ്ട്. അയ്യോ കാർ മാർക്കറ്റിന്റെ അടുക്കല്ലേ പോണ്ടത്. അവൻ വൃത്തിയാക്കുന്നുണ്ട്. മാർക്കറ്റിൽ പോയിട്ട് കാർ വല്ലതും ഉണ്ടെന്ന് കിട്ടരാ. അവിടെ ഇത് ഓടിയല്ലേ? ഇത് ഓടിയാ. എത്ര? 15,000. വേണ്ട. എനിക്ക് മറ്റേ ഓടി 10 മതി. അപ്പോൾ ഇത് വില കുറഞ്ഞ ഓടിയാ. ഇത് ഇവിടെ ലംബോർഗിനി പോർഷെ എല്ലാം ഉണ്ടല്ലോ. ഇതൊന്നും വേണ്ട. ഞാൻ 1,50,000 1,25,000. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ.
ലംബോർഗിനി 3,80,000 3,40,000 അത്രേ ഉള്ളൂ. ഇനി ഇതും 2 ലക്ഷം 1,70,000. ഓ ഈ വണ്ടിക്ക് പണിയൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് നേരെ കൊണ്ടുപോയി ബുക്കാടാം കേട്ടാ. ആ വണ്ടി നേരെ സെയിലിനിടാം. അവിടെ കാറ് ശരിയാക്കി ഇട്ടിട്ടില്ലേ? പട്ടിയാ ഏയ് എന്താണ് അവനെ ഗണ്ണയും ചെയ്യുന്നത്? വണ്ടി ശരിയാക്കാറുണ്ട്. $29 എൻ്റെ കയ്യിൽ. $21,000 ഓൺലി ലെഫ്റ്റ് ഇൻ മൈ പോക്കറ്റ്. ഇവിടെ ഓഫീസ് എന്താ ഇട്ടിട്ട് ഇരിക്കുന്നത്? അവൻ പണിയെടുക്കുന്നില്ലല്ലേ? ഈ 2 കാർ വിറ്റാൽ മതി എനിക്ക് കാശ് തരണവന്. അവിടെ ഈ കാറിന് കണ്ടോ ഈ കാറിൻ്റെ ഒരു ഷോറൂം മാത്രമായിട്ട് തുടങ്ങേണ്ടി വരില്ലേ നീ ഭാവിയിൽ? ഇത് വെക്കാനൊരു പണിക്കാരനെ വെക്കാൻ പറ്റണോ? കാർ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അവിടെ ഇത് നഷ്ടമാണ്. ചേട്ടൻ പറ 75,000 വണ്ടിയാണ്. ഇത്രയും വേണം. ഒന്നും പറ്റത്തില്ല. 75,000 പോയാ ശരി. പറ ചേട്ടന് അതുകൊണ്ടൊരു 3,10,000 എടുത്തോ. ആ ഓക്കോ. കുഞ്ഞോടോ ഇത്തിരി ആൾക്കാരെ വണ്ടിക്ക് വന്നാണ്. നീ ജാതൊക്കെ വേണം വരും. ആ ഇത്രയൊക്കെ വേണം. 75,000 അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എടുത്തോ. നല്ല വണ്ടിയാ. അത്രയേ ഉള്ളൂ. 4 ലക്ഷം. ബാർഗെ 2,70,000 കൊച്ചായതുകൊണ്ട് മാത്രം. അയ്യോ 27,000 കൊടുത്തിരുന്നു അപ്പോൾ. ആ അത്രയേ ഉള്ളൂ. എന്ത് പെട്ടെന്നല്ലേ സെയിൽ ചെയ്ത് തോന്നുന്നത്. അപ്പം നമ്മളെ BMW മോഡിഫൈങ് പണിയിലോട്ട് നടക്കാം. അല്ല നടക്കാമെന്നല്ല, കടക്കാം. ആദ്യം ഈ വണ്ടി എടുക്കാം. ഈ വണ്ടിക്ക് ഇത്ര സ്പീഡൊക്കെ ഉണ്ടായിരുന്ന? വണ്ടിയെ നിക്ക് ഉരുണ്ടുപോയില്ലേ? ആ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നൊരു മഞ്ഞ പെയിന്റ് അടിക്കാം. ആ പോളിഷ്. ഈ വണ്ടി ഫോർ സെയിൽ. പച്ചയായി മഞ്ഞയായി. ഇനി ഏത് കളർ അടിക്കണോ? ഇത്ര ചെയ്യാനുള്ളൂ. ഇത്ര ഇത് വെക്കാനുള്ള വണ്ടികളാണ്. മറ്റേ വണ്ടി കയ്യിൽ വെക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വെക്കാടാം. ആദ്യം വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാം. ഈ ഓഫീസ് എന്താ ഡേർട്ടി? എന്തിനു വൃത്തിയാക്കാത്തതൊന്നു? ഓ അതിന്റെ അടിയിലൊരു സാധനം കിടക്കുന്നുണ്ട് കേട്ടാ. കച്ചറ കിടക്കുന്ന വണ്ടിയുടെ അടിയിൽ അങ്ങനെ വെക്കുമ്പോ. ഓക്കെ അത് സെറ്റ്. അടുത്ത വണ്ടി ഇനി ഏതടിക്കും? ഇനി റെഡ്. ഈ വണ്ടി എടുക്കാം.
ഒയ്യോ തട്ടില്ല. പണിയൊന്നുമില്ല, പെയിന്റഡ് ആണ്. റെഡ് പോളീസ് ഫാക്ടറി പെയിന്റിനാക്കണല്ലേ? വേണ്ട വേണ്ട, ഫാക്ടറി പെയിന്റ് രസമില്ല. പ്രൊജക്ടർ ഷോക്ക് വെച്ച കാരണം അത്ര വെക്കോളൂ, ബാക്കിയുണ്ടെങ്കിൽ പ്രൊജക്ടർ ഇല്ല. ഓക്കെ, ഇനി ഏതായി? പച്ചയായി, മഞ്ഞയായി, ചോപ്പായി, ഇനി നീല. RGP ബ്ലൂ. അയ്യോ വണ്ടിയില്ല. ഞാൻ പിന്നെ ഇതിൽ എന്നെ പോയിട്ട് അടിക്കാനാ? ബ്ലൂ, യുവർ ബ്ലൂ. ഇവൻ ബ്ലൂ വേണ്ടടാ, ഇവൻ ബ്ലൂ റെഡി ആവില്ല. ബ്ലൂ മറ്റേ വണ്ടിക്കാ കറക്റ്റ്, സെഡാന്. വേറെ എന്ത് കളറുണ്ട്? പർപ്പിളോള. ഓക്കെ, പോളിഷിങ് ചെയ്ത് സെറ്റ്. കളറാക്കും ഞാനിന്ന്. അടുത്ത കാറപ്പോൾ കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഏത് വേണമെന്ന്. അടുത്ത വണ്ടി, അടുത്ത ഏതിൻ്റെ ഗാരേജ് വേണമെന്ന് പറ, സെറ്റാക്കാം. പ്രശ്നമുള്ളതല്ല. കാറ് കളക്ട് ചെയ്യണം. എത്ര വണ്ടികളുള്ള സ്ഥലമുണ്ട്? ഇനിയും 1 2 വണ്ടിയും കൂടെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു BMW ഉള്ള പക്ഷേ എൻ്റെ കയ്യിൽ. നമുക്ക് അടുത്തത് ഇനി ഓപ്ഷൻ ഉള്ളത് ഓഡി ഉണ്ട്, പോർഷെ ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, സുപ്ര ഉണ്ട്, മസ്താങ് ഉണ്ട്. ഇതാണ് നമുക്കുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ വിൻറ്റേജ് വണ്ടികൾ ഫുൾ മോഡിഫൈ ചെയ്തിട്ട് ഇടണം. ഓക്കെ, പോളിഷൊക്കെ ചെയ്ത് ശരിയായ വണ്ടി ഞാൻ കൊടുക്കുള്ളൂ. 100% വിശ്വസ്തത, അതല്ലേ എല്ലാം. നോക്കി BMW ആണ്. പൊട്ടി. എല്ലാം ഒന്ന് കഴുകട്ടെ. കളർഫുൾ ഗാരേജ് പേര് പറ്റിയല്ല. അയ്യോ എൻ്റെ. ഓക്കെ, മോട്ടോർ മതി. സെറ്റ് വേണ്ട, പേര് പറ്റണ്ട. BMW ഗാരേജ് നോക്കണം. കണ്ട എന്തോ വേണം ഇനി. ഒരു വണ്ടിയും കൂടെ സറണ്ടർ. ഒരു വണ്ടി ഞാനിപ്പോൾ എങ്ങനെ ഒപ്പിക്കും? പോയി കിടന്ന് ഉറങ്ങിട്ട് വന്നല്ല. ഇവന് നടക്കാൻ സ്ഥലമില്ലാന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ ഈ സാധനമൊക്കെ എടുത്ത് കളയട്ടെ. ഇത് വേണ്ട, കുതിര വേണ്ട, ഇതും വേണ്ട. എന്നാലും അവൻ ശരിയാവില്ലല്ലോ. എന്തൊരു കാണിക്കുന്നു എന്നാലും. എന്തായാലും കേട്ടവൻ. നമുക്ക് ഒരു മിനിറ്റ്. അല്ല വേണ്ട, സമയം ലേറ്റ് ആവും. അടുത്തതിൽ നമുക്ക് ഇതിൽ പറയാം. നിങ്ങൾ ഈ 3 ഓപ്ഷൻ തരാം നിങ്ങൾക്ക്. ഇതിലൊരു വണ്ടി മസ്താങ് സുപ്രീം സ്റ്റോക്ക് കുറവാണ്. പോർഷെ 2 ഉണ്ട്. 2 അല്ലല്ലോ. പോർഷെ 3 ഉണ്ട്. ലംബോർഗിനി 4 5 ഉണ്ട്. ലംബോർഗിനി ഓടി 5 ഉണ്ട്. അടുത്തത് ഇത് വേണമെന്നതിൽ പറയാം. ഈ 3 കാറിൽ നിങ്ങൾ പറ. ലംബോർഗിനി വേണോ, ഓടി വേണോ, പോർഷെ വേണോ എന്ന് പറ. കളർഫുൾ ആക്കാം നമുക്ക്.
ആ വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് കൊടുന്നിട്ട് വരുമ്പോഴത്തേനും രാത്രിയോ ഒന്ന് ഉറങ്ങി വരുമ്പോഴത്തേനും ഏതൊരു ഇത് തുറന്നാൽ മതിയായിരുന്നു. എന്താ കാർ മാർക്കറ്റ്. ഒരു BMW ഇല്ലാണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലേ. ഒരു BMW കിട്ടിയിട്ട് ഞാൻ നിർത്തുള്ളൂ കേട്ടോ. കൊള്ളാലി വണ്ടി കളറ്. വണ്ടിക്കൊക്കെ എന്തൊരു ചാട്ടോ. ഓ കറുത്ത കളറാ. ഞാൻ വെച്ച് വേറെ വല്ല കളറാണ്. ഓക്കെ, സൂപ്പറും കുറവാണ്. സൂപ്പർ 2 മസ്താങ് 2. ഓടി ഓടി റൂഫ് തുറന്നതാണ് ഒക്കെ ഉള്ളത് കേട്ടാ. എൻ്റെ ആണെങ്കിൽ വർക്ക് ചെയ്ത് ഓടി റൂഫ് ഉള്ളതാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. റൂഫ് ഇല്ലാത്തതാണ് നാളെ കിടക്കുന്നത്. ഇതെന്തൊരു കളർ. ഇതൊക്കെ ആരും ലെമ്പോർക്കിനി കടിക്കും ഈ കളറൊക്കെ. എല്ലാം മാറ്റി ഞാൻ കണ്ടോ. അപ്പോൾ തൽക്കാലം കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ. ഓക്കെ സെറ്റ്. പോയി കിടന്ന് ഉറങ്ങിയിട്ട് നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. എനിക്കൊരു BMW വേണം. എനിക്ക് മറ്റേ വേണമെന്നാണ് ചേട്ടാ. സെഡാൻ വേണമെന്നാണ് ആഗ്രഹം. കാരണം സെഡാനാണ് ഇട്ടാൽ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും ഇനി അതിൽ. എല്ലാ കാറും ബുക്കിംഗ് വേണം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് കാർ മാർക്കറ്റ് ഉണ്ട്. ഇന്നെങ്കിലും ഒരു BMW കിട്ടിയാൽ മതിയിരുന്നു. BMW കാർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണേ. ഏതെങ്കിലും ഒരു BMW ഉണ്ടായിരിക്കണേ. BMW, ആർ യു ഹിയർ? ആ BMW. കിട്ടി കിട്ടി കിട്ടി. എടാ മോനെ കിട്ടി. എടാ ഒത്ത നീ എവിടെ ഇരുന്നുണ്ട് അത്രയും കാലം? 45,000. എനിക്ക് 35,000 തരും. അയ്യോ, അപ്പൊ കറക്റ്റ് നമ്മളെ ഇതിനുള്ള ഫുൾ വണ്ടിയായി. തരില്ല എന്നാ. എടാ മോനെ താട എന്താടാ. നല്ല മോനല്ലേ? നേരെ തന്നെ. ഓ എടാ സൂപ്പർ ഉണ്ടല്ലോ. സൂപ്പർ എടുത്തിട്ടേക്കാം. 65,000 അങ്ങനെ പറഞ്ഞുകൂടാ. 55,000 പണിയുണ്ടല്ലോ ഇതിന്. ഓ ലംബോർഗിനി 3,29,000. ഒരു 2,80,000 ഇങ്ങത്താ. അത്രേ ഉള്ളൂ. ഓടി. ഓ എൻ്റെ എല്ലാം മോഡിഫൈ ചെയ്ത് ഓടി. 4 ലക്ഷം. എടാ വേണ്ട. മസ്താങ് എണ്ണം കുറവ് എൻ്റെ കയ്യിൽ. 28. മസ്താങ്ങിനൊക്കെ എന്താണ് ഇത്ര വില കുറവ്? ഓക്കെ. വിൻറ്റേജ് വണ്ടി എത്ര? 36. ഒരു 37 തരണമെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കൂല. വേണ്ട. സൂപ്പറാ. ഓക്കെ, അപ്പം അത്ര സെറ്റ്. അപ്പോൾ നമ്മൾ BMW പെട്ടെന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വെക്കാടാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് നിർത്താം. എൻ്റെ BMW ഇവിടെ എന്നടാ നാടൻ ഇത്രയും കാലം. എവിടെ അവൻ? അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. ആ 3 വണ്ടിയാണ്. പോർഷെ, ഓഡി, ലംബോർഗിനി. 3 വണ്ടിയാണ് ഉള്ളത്. അവിടെ ഞാൻ അടിക്കാത്ത കളർ ഏതായിരുന്നു? ഓറഞ്ച് അടിച്ചില്ല. ഓറഞ്ച് ഫിക്സ്. ബ്ലാക്ക് ഉണ്ടാ? ബ്ലാക്ക് വേണ്ട. ഓറഞ്ച് അടിക്കാം.
ഫോട്ടോ എടുത്തിട്ട് നോക്കും. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ വണ്ടി കണ്ട് കണ്ണ് തള്ളിയിട്ട് വരും വണ്ടി വാങ്ങിക്കാൻ. ഇനി ആൾക്കാരുടെ ജാഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഗാരേജിൽ. തിരി വേണ്ട. ഓക്കെ സെറ്റ് ആണോ മോനെ? ഇത്ര ഉണ്ടായി BMW ഗാരേജ്. അതാണ് എൻ്റെ സ്വന്തം. അതെൻ്റെ സ്വന്തം. അത് എൻ്റെ പേഴ്സണൽ യൂസിനുള്ള വണ്ടിയാണ് കേട്ടാ. കറങ്ങ അങ്ങോട്ട്. അതാ എന്താ കറങ്ങാത്ര മടി? ഓർഡർ ഒക്കെ എല്ലാത്തിൻ്റെയും. നീല വണ്ടി സേവ്, മഞ്ഞ വണ്ടി സേവ്, ചുവപ്പ് വണ്ടി, വയലറ്റ് വണ്ടി, ഓറഞ്ച് വണ്ടി. ഇനി എവിടെ സൈറ്റ് എവിടെ? എന്തൊരു ഓറഞ്ച്. എത്രയാണ് അതിന്? $70,000. അയ്യോ അത് വിൽക്കാനുള്ള വണ്ടിയല്ല. അത് നോ വിക്കൽ. അതെൻ്റെ പേഴ്സണൽ വണ്ടി. നോ വേ. നീല BMW അതും 70,000. ഇതെന്തൊരു മഞ്ഞ. അത് വില കുറവാ, 30 ചെറിയ വില ഉള്ളൂ. അതും 30 കൊടുക്കാം. പിന്നെന്തേലും ഉണ്ടാ? റെഡ് BMW 70. അത്രേ ഉള്ളൂ. ഈ കട തുറക്കാം. കട തുറന്ന ചിക്കൻ അല്ലെങ്കിൽ ശരി. സ്കിൽ പോയിന്റ് ഇട്ടല്ലേ എനിക്ക് 2 ഉണ്ട്. ഒരെണ്ണം ഉള്ളൂ. ഫ്യൂൽ പ്രൈസ്. കാർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൊടുക്കാം കേട്ടാ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൊടുക്കാം എല്ലാവർക്കും. അയ്യോ അത് വെക്കാട്ടെങ്കിൽ പറ്റത്തില്ല. സോറിഞ്ഞോ. എൻ്റെ കാറിൽ അടിക്കട്ടെ. എടാ എന്താടാ ആരും വരാത്തെ? എൻ്റെ BMW ഷോറൂമിലോട്ട് ആരും ഇല്ലേ? BMW ബാക്ക് ഇങ്ങനെ. അപ്പോൾ ഐ ഓപ്പൺ ഡേ ഡീലർഷിപ്പ് ഓൺലി ഫോർ BMW കാർസ്. രണ്ട് കസ്റ്റമർ വന്നു. മക്കളെ നടക്കത്തെ വണ്ടി നമുക്ക് നോക്കണ്ട, തരൂല. അതെന്റെ പേഴ്സണൽ വണ്ടി. ഉറക്കാൻ പറ്റില്ല. ഉറക്കാൻ പറ്റില്ല ചേട്ടാ. രണ്ടാൾക്കാർ 2 വണ്ടി മേലോട്ടാണല്ലേ. അവനെ ഫസ്റ്റ് സാർ പറയൂ, എത്ര രൂപക്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി? 64,000, 70,000 അങ്ങനെ പറഞ്ഞൂടാ. 70,000 റെഡി, കൊണ്ടുപോക്കോ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് കസ്റ്റമർ വാങ്ങിയ വണ്ടി. മാഡം അല്ല സെക്കൻഡ് എന്നത്. മാഡം പറയൂ, നല്ലൊരു വണ്ടിയാണ്. 30,000 അങ്ങനെ പറയരുത്. നമ്മൾ ഓൾറെഡി ഓഫർ പ്രൈസിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. നീ കുറയ്ക്കരുത്. അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയാൻ നിൽക്കണ്ട, പൊക്കോ. സാറ് പറയൂ. 27,000 ഇല്ല 30,000. 32,000 ഇട്ടല്ല. ഇയാൾ കൂട്ടി പറഞ്ഞ എന്തിനാ പറയാ? ഐ വാസ് വണ്ടറിങ് ഇഫ് യു ഗുഡ്. അങ്ങനെയാണോ? 30,000. അത്രയേ ഉള്ളൂ, പൊക്കോ. സാർ നല്ല വണ്ടിയാണ്. 70,000. 70,000 തരിക, കൊണ്ടുപോവുക. വേറൊരു ഇതില്ല. 70,000 ഇല്ലെങ്കിൽ പൊക്കോ. 70,000 പറ്റത്തില്ല, സോറി സാർ. നെക്സ്റ്റ്. ഇതിന് 3 ആൾക്കാർ. ഒരാരും ഏറ്റവും കൂടുതൽ കാശ് ഇറങ്ങണം നോക്കട്ടെ. 54,000 പൊക്കോ. എത്രയാണ് മാഡം? 70,000. പറ. 56,000 പൊക്കോ. ഏറ്റവും കുറവത് 65,000 വേണം, എന്നാലേ ഞാൻ വണ്ടി കൊടുക്കുള്ളൂ. 58, 65,000 പറഞ്ഞു നോക്കട്ടെ. അടുത്ത് ആളുണ്ടായിരുന്നു. ആശേ എടേ, ഇനി 2 വണ്ടിയും കൂടി ഉള്ളൂ. 3 വണ്ടി നമ്മൾ വിറ്റു. 30,000 അങ്ങനെ പറഞ്ഞൂടാ. 30,000 എടുക്കും. കണ്ടാ പറയും മാഡം 30,000 എടുക്കും വണ്ടിന്ന്. കണ്ടാ, അതേ ഉള്ളൂ. പോയി. ഇനി ആരില്ല. ഇത് അവനുള്ള വണ്ടിയാണ്. കണ്ടാ ലുക്ക് കണ്ടാ, നല്ല ചേരുന്നുണ്ട് ആൾക്ക് വണ്ടി. നടത്താൻ കണ്ട അവൻ്റെ ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തും. ഏതാ സാർ വണ്ടി എടുക്കുന്നോ? BMW എടുക്കാൻ നല്ല വണ്ടിയാണ്.
70,000 കുറച്ചൊരു പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡം വരുന്നുണ്ട്, ഞാൻ മാഡത്തിൻ്റെ അടുത്തോട്ട് പൊക്കോ. 53,000 അയക്കുന്നത് ആ മാഡത്തിനെ കണ്ടാൽ പറയും, മാഡം റിച്ച് ആണെന്ന് കണ്ടാലേ പറയും. എത്ര ഡോളറാണ് മാഡം വണ്ടി? 70,000. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 65,000. അങ്ങനെയാണെങ്കിൽ 65,000 ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ടാണ് മാഡത്തിന് ഓഫർ. അത്രേ ഉള്ളൂ. കണ്ട ഞാൻ പറഞ്ഞില്ലേ മാഡത്തിന് ലുക്കായിട്ടുള്ള വണ്ടിയാണ്. അങ്ങനെ അത് കച്ചവടമായി. ഇരട്ടി കാശിന് വിറ്റ് കടടച്ചി ക്ലോസ്ഡ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ BMW ഷോറൂം തുടങ്ങി. അയ്യോ BMW പുറത്തോടെ നിർത്തണം, അടുത്ത വണ്ടി കയറ്റാനുള്ളതാ. നിങ്ങൾ പറയണം കേട്ടോ, അടുത്ത വണ്ടി അപ്പോൾ ഏത് വെക്കണം എന്ന് പറ. വണ്ടിയൊക്കെ നമുക്ക് ഫുൾ അല്ലെങ്കിൽ ഫുൾ മോഡിഫൈ ചെയ്യണം എല്ലാ വണ്ടിയും, അല്ലെങ്കിൽ ഇങ്ങനെ കളർ അടിച്ചാൽ മാത്രം മതിയാ എന്തെന്നുള്ളത് നിങ്ങൾ പറയണം. ഇവിടെ ഇടാം വണ്ടിയല്ലേ? എവിടെ ഇടും വണ്ടി? ഇവിടെ ഇടാം നമുക്ക് വണ്ടി. കാരണം അവിടെ മറ്റേ കച്ചറ വണ്ടി അടിയിലാണ് കൊടുന്നിരുന്നത്. വിറ്റ വണ്ടികളെ കൂടെ കൊടുന്നിടാം കേട്ടാ. ഇതൊക്കെ ഓൾറെഡി സെയിൽ ചെയ്ത വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്ട്രീം. സ്ട്രീം അല്ലല്ല വീഡിയോ. അപ്പോൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.